അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് വിചാരിക്കും ഇവ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പം അവനൊരു ഓക്കെ അവൻ ഇല്ല അവ സേഫാണ് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അല്ല, ഞാൻ ഓരോ ദിവസവും ഇവ സേഫ് അല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് നല്ല വിഷമം. കാരണം ഇപ്പം തന്നെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ ആ ആൻറ്റി ഓടുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൻ കിടന്ന് കുരയ്ക്കണതാണ്. പാവം തോന്നിയുണ്ടോ, ആൻറ്റി കിടന്ന് ഓടണുണ്ടോ പേടിച്ചിട്ട്. കാരണം ഇതിനു മുമ്പ് ആൻറ്റിയുടെ ഹസ്ബൻഡ് വന്നു. ആൻറ്റിയുടെ ഹസ്ബൻഡിൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. പാവമാമ ആ വിളയിൽ കാര്യങ്ങൾക്കൊക്കെ വന്നത് ആൻറ്റിയും. അപ്പം ഇവ ഈ കിടന്ന് കുരയ്ക്കണ കാണുമ്പം എന്നുവെച്ചാൽ കടിക്കാനായിട്ട് അവർ പോണു അവരെ. പെട്ടെന്ന് നമുക്ക് ഓടിച്ചെല്ലാനും പറ്റൂല. നമ്മൾ വിളിച്ചിട്ട് അവ മൈൻഡും ചെയ്യണില്ല, തിരിഞ്ഞും നോക്കണില്ല. അവരെ കടിക്കാൻ വേണ്ടി പോണ്. ഭാഗ്യത്തിന് എൻ്റെ അനിയത്തി അവിടെ ഉണ്ടായതുകൊണ്ട് ഓടിപ്പോയി പിടിച്ച് അടുത്തായതുകൊണ്ടും. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവനെ അടുത്ത ആളെ കടിച്ചെന്നും പറഞ്ഞ് അടുത്ത വഴക്കിനും എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണ പട്ടി നമ്മൾ വന്നപ്പോൾ നമ്മളെ കൂടെ വന്നതാണ്. അപ്പം അവ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അതും കുട്ടികൾക്ക് ഒത്തുവരെ ഫുഡ് കൊടുക്കാനാണ് നമ്മൾ ഇവിടെ വരുമ്പം ഈ കുട്ടികളെ എടുത്തോണ്ട് ഞാൻ അമ്മാമരെ വീട്ടിൽ വന്നത്. അല്ലാതെ ഇവരുടെ വീട് നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങ് അപ്പുറം അവിടെ ആളില്ലാത്ത മറ്റേ പമ്പോസിലാണ് ഇവൻ കിടക്കുന്നത്. നമ്മളിപ്പോൾ ഈ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ ഇവിടെ അമ്മാമരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വിളിച്ചുകൊണ്ട് വന്നത്. നമുക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും വയസ്സായവർക്ക് അതിൻ്റെ ഒരു ഇതൊന്നും കാണത്തില്ല. അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് എന്താ പറയുക, ഇത് കാരണം അവരുടെ വയസ്സാം കാലത്ത് ആരുടെയൊക്കെ വായിരിക്കണ കേൾക്കണം എന്നുള്ളൊരു വിഷമവും സങ്കടവും ഒക്കെ ആയിരിക്കും. നമ്മളെ വീട്ടിലായാലും നമ്മളെ എന്ന് വെച്ചാൽ അപ്പുറത്തെ വിളയിലുള്ള ആൾക്കാർക്ക് പോലും അവരുടെ വിളയിൽ വരാൻ പറ്റൂലെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ അടന്ന് ഈ എന്താ പറയുക പറയണതാണ് എൻ്റെ കയ്യിൽ അവർ സേഫാണെന്നല്ല. ഈ ഇടയ്ക്ക് തന്നെ ഒരാളെ കടിക്കാൻ പോയി. അവരെ കയ്യിലാണെങ്കിൽ ഈ കുഴയൊക്കെ പറിക്കാൻ പോയ മറ്റേ വെട്ടുകത്തിയാണ് ഇരുന്നത്. ഞാൻ സത്യമായിട്ട് ഇടേണ്ടി വന്നേനെ. അവർ ആ വെട്ടുകത്തിയിട്ട് വെട്ടാനാണ് പോയത്. ഭാഗ്യത്തിന് ആരോഗ്യം ഉണ്ടായിരുന്നു, മീൻസ് നമ്മളെ ആരോഗ്യം ഉണ്ടായിരുന്നു. അവനിങ്ങ് പിടിച്ചെടുത്തോണ്ട് വന്ന്. പിന്നെ നമ്മൾ കെട്ടിയിട്ടെന്ന് വെച്ചാൽ പണ്ട് എവിടെയോ കിടന്നൊരു ചങ്ങല എടുത്ത് ഞാൻ എന്താ പറയുക ഇവ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാനും കടിക്കാനും പോകണോണ്ടാണ് നമ്മളിങ്ങനെ കെട്ടിയിടുന്നത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ. ആരെങ്കിലും വരുമ്പോഴേ ഇവൻ കുരച്ചുകൊണ്ട് ഇങ്ങനെ മുറിവി അവരെ അടുത്തോട്ട് ഓടെയാണ്. അവർ പാവം, അവരെ കയ്യിലൊന്നും കാണേയില്ല. അവരും പേടിച്ചുപോയി, നമ്മളും പേടിച്ചുപോയി. ഒന്നാമത് നമ്മളൊരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പട്ടി ഓടിപ്പോയി മറ്റു വേളയിൽ പോയി പട്ടി ആരെങ്കിലുമൊക്കെ കടിച്ചാൽ എന്ത് ചെയ്യും ഗൈസ്? നിങ്ങൾ തന്നെ പറയാൻ. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കും. കാരണം ഇത് നമ്മളെ പട്ടിയല്ല. നമ്മളെ പട്ടിയാണെങ്കിൽ ശരി, ഇവർക്ക് സ്വന്തമായിട്ട് ഇവർക്ക് ചെയ്തുകൂടെ, ഇവർ പറയണല്ല എന്നൊക്കെ പറയും. പക്ഷെ ഇത് നമ്മളെ പട്ടിയല്ല. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇതും ഇല്ല. ഇവൻ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ തന്നെ അവർ വരണ പൈസ കൊടുക്കണം. അവർക്ക് പൈസ കൊടുക്കണം ഇവനെ എടുത്തോണ്ട് പോകണേന്. ഇനി എന്തോ ചെയ്യാനുണ്ടല്ലോ ഇവരുടെ വന്ധീകരണത്തിനും ഞാൻ പൈസ കൊടുക്കണം. അതിനും ഒരു 10 രൂപ അടുപ്പിച്ചാവും. ഞാൻ അന്വേഷിച്ചു. ഇതൊന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഗൈസ്. നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുത്തേക്കാം, ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. കാരണം ഈ കോൺടാക്ട് നമ്പർ നിങ്ങൾ ഒരുപാട് പേര് പറയും പുണ്യം കിട്ടും മറ്റതാണ് മറിച്ചാണ്. എനിക്ക് അതൊന്നും അല്ല വേണ്ടത്. ഇവനൊരു ഷെൽട്ടറും അല്ലെങ്കിൽ അവന് ആരെങ്കിലും സ്നേഹിക്കണം എന്ന് വിചാരിച്ച് നിങ്ങളൊരു നേരത്തെ ഫുഡ് കൊടുത്ത് അവൻ നിങ്ങളടുത്ത് എന്നെ നിൽക്കും, മാറെയൊന്നുമില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ഓക്കെയാണ്. ഫുഡ് കൊടുക്കണ ആരാണോ അവരെയൊക്കെ സ്നേഹമാണ്. അല്ലാണ്ട് ഇങ്ങനെ പോണവരെയാണ് അവനൊരു പ്രശ്നം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത്, നിങ്ങൾക്ക് പറ്റൂല എങ്കിൽ പോലും നിങ്ങളുടെ ഓരോ ഷെയറിലും അവനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരാളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത്രയും നമുക്കൊരു സന്തോഷമായിരിക്കും. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവനെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആൾക്കാർ ഇവനെ കാണുമ്പോൾ തന്നെ കല്ലെറിഞ്ഞും അവൻ പകുതി ചാവാറായൊക്കെ കിടക്കുകയാണ്. അപ്പം അതുപോലെ ഇപ്പം തന്നെ അവൻ കടിക്കാൻ പോയി എന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ സംരക്ഷിക്കണം. സോറി ഗൈസ്, അവക്ക് എല്ലാവരും അവർക്ക് ഫുഡ് കൊടുക്കണവരെ അവർ അടുത്താരും വരാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു പൊസസീവ്നെസ്സാണ് ഗൈസ്. എന്ത് പറയാനാ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് ആരെങ്കിലും ഒരാളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അവൻ എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും അവൻ ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ കയ്യിൽ ഈ വീഡിയോ എത്തുവാണെങ്കിൽ അവൻ അത്രയും സന്തോഷമാണ്. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എനിക്ക് വേണ്ടിയല്ല, അവന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം
സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ മാക്സിമം അവനെ കെയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓണ ലീവൊക്കെ ആയിട്ടാണ് ഗൈസ് നിങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ അവിടെ പോയും അവന് ഫുഡ് കൊടുക്കുന്നതും അവരെ സ്നേഹിക്കണയൊക്കെ വീഡിയോ ഇട്ടത്. ഇപ്പം നമുക്ക് രണ്ടുപേർക്കും അമ്മയ്ക്കും എല്ലാം എന്താ പറയുക ലീവൊക്കെ കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങളായി. അപ്പം അമ്മാമ്മയ്ക്കാണെങ്കിൽ ഈ 4 പട്ടികളും വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പം ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം എന്തിനാവും ഒരു പട്ടിയെ കൊണ്ടേ ഇവിടെ നിവർത്തിയില്ല. ഇനി ബാക്കി 4 പേരും കൂടെ വളർന്ന് വലുതായി വരുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഇപ്പം ഞാനും അനിയത്തിക്കും അമ്മയ്ക്കൊക്കെ കൊഞ്ചലും സ്നേഹമൊക്കെ ആണെങ്കിലും ഈ അമ്മൂമ്മമാർക്കൊക്കെ എന്താ പറയുക ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അവർക്കൊരു വിഷമമാണ് ഗൈസ്. കാരണം അവരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം എന്നെയും കുഞ്ഞുവിനെയൊക്കെ അമ്മയും അമ്മാമ്മയൊക്കെ വഴക്ക് പറഞ്ഞ് നമ്മളൊരു വഴിയായി ഗൈസ്. കാരണം നമ്മളാണ് ഇവരെ എടുത്തുകൊണ്ട് വന്നതെന്ന്, നമ്മളാണ് ഇവരെ എന്താ പറയുക ഇതിനൊക്കെ കാരണമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം ഞാനും നിൽക്കുന്നത്. പിന്നെ ഇവനെ പേടിപ്പിക്കുന്നത് അവരെ കുരച്ചത് കൊണ്ടാണ്. അത് കമ്പൊന്നുമല്ല, ഈർക്കിലാണ് ഗൈസ്. അപ്പോൾ അത് കണ്ടും പേടിച്ചോളും. പിന്നെ നമ്മൾ ഒരുപാട് നോക്കുന്നുണ്ട് മാക്സിമം, പക്ഷെ ഒന്നും നടക്കണില്ല ഗൈസ്. ആരും വന്നെടുക്കില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് വീഡിയോയിലൊക്കെ പറയുന്നു ഓണം കഴിയുമ്പം പോകും എല്ലാവരും പോകുന്നു. പക്ഷേ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ് 2 പേരെ എടുക്കണില്ല, മറ്റവനെയും വരണില്ല ആരും. എനിക്കറിയത്തില്ല എന്താവണോ എന്തോ. എൻ്റെ അനിയത്തി മാക്സിമം എല്ലാവരുടെ അടുത്തും പട്ടിയെ വേണോ കുട്ടിയെ വേണോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പട്ടിക്കുട്ടി പോയത്. അല്ലാണ്ട് ഒരാൾ വന്ന് കൊണ്ടുപോയതാണ്. ബാക്കി 4 കിടപ്പുണ്ട്. ഇനി എന്ത് ചെയ്യും എന്തോ. അമ്മാമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ കയറി ഒന്നാമത് BP ഒക്കെ ഉള്ളതാണ് എൻ്റെ അമ്മാമ്മയ്ക്ക്. കാരണം നമ്മൾ കൊണ്ട് ഇപ്പോൾ അവരെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു ഇതിട്ടതുപോലെ മര്യാദയ്ക്ക് അത് എവിടെയോ കിടന്ന പട്ടി നമ്മൾ എന്താ പറയുക കുട്ടികളെയും കണ്ട് പാവമല്ലേന്ന് തോന്നി ഇപ്പം ചെയ്തത് നമുക്കിപ്പോൾ വൻവെനയായിട്ട് നിൽക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ എന്തെങ്കിലുമൊക്കെ പറ്റണം, ഒരു ചെറിയൊരു രീതിയിലെങ്കിലും എന്തെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ 4 പട്ടിക്കുട്ടികളെയും അമ്മപ്പട്ടിയുടെയും ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാനുള്ള പറ്റത്തില്ല. അതുപോലെ എന്നെ ആരും സീരിയസ് ആയിട്ട് ആരും കാണത്തില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഒരു കൊച്ചു വന്ന് ഇത് നമ്മൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാലും ആരും ഒന്നും വില കൽപ്പിക്കത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മാക്സിമം ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാക്സിമം ഞാൻ വീഡിയോ ഇടുന്നതും അതുകൊണ്ടാണ്. ഒരുപാട് പേരിലെത്തുമ്പം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ആയാലും ഒരുപാട് പേരിലെത്തുമ്പോൾ എന്താ പറയുക ആരെങ്കിലും ഒരു കൈ നമുക്ക് കിട്ടത്തില്ലേ ഗൈസ്. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് അവരുടെ ആ ക്യൂട്ട്നെസ്സും അവരുടെ ആ ഒരു പാവം എന്താ പറയുക എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ അവർക്കും ഒരു നല്ലൊരു വീടും നല്ല രീതിക്കുള്ള ഫുഡും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം ഒരുപാട് പട്ടികൾ തെരുവിലും ഒക്കെ കിടപ്പുണ്ട്. അവരുടെ കാര്യമെന്നൊക്കെ ചോദിക്കാം. പക്ഷെ നമുക്ക് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താ പറയാം എല്ലാവരെയും രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരാളെ രക്ഷിച്ച് നമുക്ക് എന്താ പറയാം അവരെ നല്ലൊരു ലൈഫിൽ കൊണ്ടെത്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് അവരെ ഒന്ന് രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരണം. എനിക്ക് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ അമ്മാമ്മയ്ക്കാണെങ്കിൽ ഈ കുട്ടികൾ ഒന്നാമത് വളർന്നു വരികയാണ്. അമ്മപ്പട്ടിക്ക് പാലും ഇല്ല ഇപ്പോൾ വന്ന് അതുകൊണ്ട് തന്നെ എന്നും ഒരു ഗ്ലാസ് പാലും ബിസ്ക്കറ്റും ഒക്കെ അവർക്ക് ഒരു നേരം കൊടുക്കണം. അങ്ങനെ 3 നേരം വെച്ച് അവർക്ക് എന്താ പറയുക 4 കുട്ടികൾക്കും അമ്മയ്ക്കും ഒക്കെ ഫുഡും എല്ലാം നമ്മൾ മാക്സിമം അവരെ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിമം അമ്മാമ്മ നോക്കുന്നുണ്ട്. അമ്മാമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല അലർജി ഉണ്ട്, അതുപോലെ BP കൂടുതലാണ്. അങ്ങനെ അമ്മാമ്മയും വയ്യാണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മ തൊഴിലുറപ്പിനും പോവും. അതുകൊണ്ട് കുട്ടികളെ നോക്കാനൊന്നും ആരും കാണത്തില്ല. അമ്മാമ്മയ്ക്ക് ഇത്രയും വയ്യാണ്ടിരുന്ന് നടക്കാനും ഒന്നും വയ്യ. എന്നാൽ പോലും അമ്മാമ്മ ഇവർ വിശന്ന് കിടന്ന് കരയണ കാണുമ്പം അമ്മാമ്മ ഓടിപ്പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക ബിസ്ക്കറ്റ് കേക്ക് എന്താ പറയുക നല്ല എന്താ പറയുക ബ്രെഡ് ദോശ അങ്ങനെ എല്ലാം പാലിൽ കലക്കി കൊടുക്കും. അങ്ങനെയാണ് അമ്മ. കാരണം ഇവരെ വിളി അത്ര ഉണ്ട് ഗൈസ്, നമുക്ക് തന്നെ സഹിക്കാൻ പറ്റൂല. അമ്മ പട്ടിയാണെങ്കിൽ നമ്മളെ വീട്ടിൽ വന്നാൽ പിന്നെ പോവത്തില്ല കുട്ടികളടുത്ത്, ഇവിടെ തന്നെ കിടക്കും. പിന്നെ ഓട്ടിച്ചാലും പോകത്തില്ല. പിന്നെ നമ്മൾ ഗേറ്റ് അടച്ച് കുറേ നേരം കഴിയുമ്പം പോന്ന് പറയുമ്പോൾ അത് ശരി പോണോ അല്ലേ എന്നുള്ള രീതിയിൽ അതങ്ങ് പോവും. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ എന്താ പറയുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇനി നല്ലൊരു അപ്ഡേഷനും പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇനി ഇപ്പോൾ ഞാൻ ഞായറോ ശനിയോ പോയി വീഡിയോ എടുത്താലും അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല. എനിക്കും ക്ലാസ്സൊക്കെ തുടങ്ങി പഠിക്കാനായി. ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല സമയമൊന്നും കിട്ടണില്ല.
എഡിറ്റ് ചെയ്യാനായാലും ഭയങ്കര വിഷമമാണ് ഗൈസ്. എനിക്കും പറ്റാത്തൊരവസ്ഥയായി പോയി. അതാണ് ഇത്രയും എൻ്റെ ഒരു നല്ലൊരു ഒന്നുമില്ല, ഞാൻ ഓക്കെ ആയിരുന്നു, മീൻസ് പഠിക്കാനൊന്നും പോയില്ലായിരുന്നെങ്കിൽ ഇവരെ കാര്യം എനിക്ക് നോക്കാം. പക്ഷേ അങ്ങനെയല്ല, എനിക്കിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങി, അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റണില്ല. പിന്നെ യാത്രാ ദൂരവും ഉണ്ട്. അതൊക്കെ കൊണ്ട് ഞാനും ഭയങ്കര ക്ഷീണിച്ച് ആണ് ഇവിടെ വരണത്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു അപ്ഡേഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്ഡേഷനോടെ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അടുത്തിന് നല്ലൊരു അപ്ഡേഷനായിട്ട് വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരാം. ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് അവരുടെ കാര്യങ്ങൾ ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സി യു.